നമസ്കാരം. ജന്മനാ തന്നെ അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രക്കാരെയാണ് ഇന്നിവിടെ പരാമർശിക്കുന്നത്. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ അതിസമ്പന്നരായി ജീവിക്കാനുള്ള ഒരു യോഗം ഇവരുടെ നക്ഷത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊരു പൊതുഫലം മാത്രമാണ്. നിങ്ങളുടെ ജാതകം അനുസരിച്ച് അതിൻ്റെ രാശിമാറ്റം മുഖേന ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് ഇടക്കാലങ്ങളിൽ ദുരിതം വരികയാണെങ്കിലും പിന്നീട് ഇവർക്ക് നല്ല സമയം വരുന്നതാണ്. ആ കഷ്ടതകളെല്ലാം മാറി അതിസമ്പന്നതയിൽ തന്നെ ഇവർ എത്തിച്ചേരുന്നതായിരിക്കും. അതിനാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്ന സമയത്ത് ഇവർ ഇവരുടെ ഇഷ്ടദേവൻ ഏതാണോ ആ ദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്തും മുന്നോട്ട് പോകേണ്ടതാണ്. അതുവഴി നിങ്ങളുടെ കഷ്ടതകളെല്ലാം വരുന്നത് മാറിപ്പോയി അതിസമ്പന്നതയിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. പൂയം, മകം, പൂരം, അനിഴം, പൂരാടം, രേവതി എന്നീ നക്ഷത്രക്കാരാണ്.